നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 2026 വർഷഫലത്തെക്കുറിച്ചാണ്. ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ 2027 സ്ഥിതി അനുസരിച്ചാണ് വർഷഫലം പറയാൻ പോകുന്നത്. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. 2026 മേടൻ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം. മേടൻ രാശിക്കാരുടെ 10ഉം 11ഉം ഭാവാധിപനായ ശനി വ്യയസ്ഥാനമായ 12ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 7.5 ശനിയുടെ ആദ്യഘട്ടം നടക്കുന്നു എന്ന് സാരം. 12ാം ഭാവം ചിലവുകളെയും ആശുപത്രിവാസത്തെയും സൂചിപ്പിക്കുമെങ്കിലും വിദേശവാസത്തെയും പുതിയ ജോലിയെയും പുതിയ താമസ സ്ഥലത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കർമ്മഭാവാധിപനാണ് 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് കർമ്മരംഗത്ത് ട്രാൻസ്ഫറുകളും ഉത്തരവാദിത്തങ്ങളും പദവികളും വർദ്ധിപ്പിക്കും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇത് ശാരീരിക ക്ഷീണവും ടെൻഷനും വർദ്ധിപ്പിക്കും. യാത്രകൾ കൂടുതലായിരിക്കും. എന്നാൽ സമൂഹത്തിൽ മാന്യത വർദ്ധിക്കുകയും ചെയ്യും. IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും കലാസാംസ്കാരിക രംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ്. ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും കഠിനാധ്വാനം ചെയ്താൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വ്യാഴം മേടൻ രാശിയുടെ 3ാം ഭാവത്തിലാണ് 2026 ജൂൺ 2 വരെ സ്ഥിതി ചെയ്യുന്നത്. ചാരവശാൽ 3ാം ഭാവം വ്യാഴത്തിന് അനുകൂല ഭാവമല്ല. എന്നാൽ വ്യാഴം നിങ്ങളുടെ 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്ത് നല്ല കുടുംബജീവിതവും ഭാഗ്യാനുഭവങ്ങളും അഭീഷ്ടലാഭവും നൽകുന്നു. ജൂൺ 2 ശേഷം വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക്. 12 വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണിത്. 2ാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്നു. ഇത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷമാകെ മാറ്റിമറിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാം നൽകുന്നു. വീട്, വാഹനം, മക്കളുടെ വിവാഹം, മാതാവിൻ്റെ ആരോഗ്യം, ഔദ്യോഗിക പദവികൾ, സ്ഥാവര വസ്തുക്കളുടെ ലഭ്യത, കിട്ടാതെ കിടന്ന കുടുംബസ്വത്ത്, കൃഷിയിൽ നിന്ന് വരുമാനം, സ്നേഹിതരുടെ വർധനവ്, രോഗമുക്തി എന്നിവ നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന വിജയവും പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കുന്നു. കിട്ടാതെ കിടന്ന പണം പ്രയാസം കൂടാതെ തന്നെ കയ്യിൽ വരും. ഈ സമയത്ത് ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. വിദേശത്ത് ജോലി ലഭിക്കാൻ പറ്റിയ സമയമാണ്. ശ്രദ്ധിക്കണം. വിദേശ പണം കയ്യിൽ വരാനുള്ള യോഗം കാണുന്നു. സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് അതിഗംഭീരമായ ഫലങ്ങളാണ് നൽകുന്നത്. തൊഴിലിലും വ്യവസായത്തിലും പുരോഗതി ഉണ്ടാക്കും. അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരും. കൂടാതെ അധികാരങ്ങളും കുടുംബസുഖവും ബഹുമാന ലാഭവും ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്ന് വരുമാനവും ലഭിക്കും. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു മാത്രമേ പ്രതികൂല ഫലം നിങ്ങൾക്ക് തരുന്നുള്ളൂ. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. കൂടാതെ ഉദരരോഗം ഉണ്ടാകാതെ സൂക്ഷിക്കണം. 2026 വർഷത്തിൻ്റെ 2ാം പകുതിയിൽ ചെറിയ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അത് ശ്രദ്ധിച്ച് ചികിത്സിക്കണം. കണ്ണ്, പല്ല്, ത്വക്ക് എന്നിവയ്ക്ക് അസുഖങ്ങളുണ്ടാകാം. ശ്രദ്ധയോടും ബുദ്ധിപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വർഷം 2026 നിങ്ങൾക്ക് സാമ്പത്തികമായും വിദ്യാപരമായും ഉയർച്ചയും സമൂഹത്തിൽ മാന്യതയും കൂടാതെ ഗ്രഹഭാഗ്യവും വാഹനഭാഗ്യവും കൂടി ലഭിക്കും. ശനിദോഷത്തെ ശമിപ്പിക്കാൻ എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. കേതുർദോഷം അകറ്റാൻ എല്ലാ ചതുർത്ഥി തിഥിയിലും ഗണപതി ഹോമവും നടത്തുക. രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ദേവീ കീർത്തനങ്ങൾ ജപിക്കുകയും ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യും. ദിവസവും നാമം ജപിക്കുക. കൃഷ്ണ ഭഗവാന് മഞ്ഞപ്പട്ട് നൽകുക. ഇവയെല്ലാം നടത്തിയാൽ 2026 സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.